പ്രിയമുള്ളവരെ, കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ഏർവാടിയുടെ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം നമുക്കൊരു റൂം വേണം, ഫ്രഷാകാനും സാധനങ്ങളൊക്കെ വെക്കാൻ. ഞങ്ങൾ ഈ ഒരു റൂമാണ് തിരഞ്ഞെടുത്തത്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ വിശാലമായ സൗകര്യമുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത റൂമാണ്. ഇപ്രാവശ്യം റൂമിനൊക്കെ നല്ല തിരക്കാണ്. ഏതായാലും ഞങ്ങൾ ഏർവാടിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ മണ്ണാണല്ലോ ഏർവാടി. സെയ്ദ് ഇബ്രാഹിം ബാത്തുഷ ഏർവാടി തങ്ങളുടെ നാട്. ബഹുമാനപ്പെട്ട അവരുടെ മകൻ അബൂ തോഹിർ വലിയുള്ള കറാമത്തുകൾ കൊണ്ട് നിറയ്ക്കുന്ന നാട്. ഒരുപാട് അശരണർക്കും അബലർക്കും ആശാകേന്ദ്രമായ വളരെ വലിയ പുണ്യഭൂമിയിലെത്തുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാനന്ദവും ആത്മനിർവൃതിയുമാണ്. ഇതിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാലും ഏർവാടി വളരെയധികം സുന്ദരം തന്നെയാണ്. വലിയ ആശയോടുകൂടി പ്രത്യാശയോടു കൂടിയാണ് പലരും ഈ മണ്ണിലേക്ക് എത്തുന്നത്. രോഗങ്ങൾ മാറാനും വിഷമങ്ങൾ തീരാനും ഏത് പ്രശ്നത്തിനും പരിഹാരമായുള്ള മണ്ണാണ് ഏർവാടിയുടെ മണ്ണ്. പലരും കൂടുതലും ഇവിടെ മാനസിക രോഗമുള്ള ആളുകളും പൈശാചികമായ വിഷയങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കൂടുതലും ഒക്കെ കാണാം. കൂടുതലും രാത്രി സമയങ്ങളിലാണ് അതൊക്കെ കാണുന്നത്. അവിടെ ഇങ്ങനെ എപ്പോഴും സദാസമയം സിയാർ ചെയ്യുന്ന അത്ഭുതമായ